നമസ്കാരം. ഓരോ നക്ഷത്രക്കാരും വ്യത്യസ്തമായ സ്വഭാവ സവിശേഷതകൾ ഉള്ളവരാകുന്നു. എന്നാൽ ചില നക്ഷത്രക്കാർക്ക് പൊതുഫലത്താൽ ചില പ്രത്യേകമായ ഗുണകരമായ മാറ്റങ്ങൾ, ഗുണകരമായ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. എന്നാൽ പൊതുഫലത്താൽ മാത്രം പറയുന്ന കാര്യങ്ങളാണ് ഇത്. ഓരോ നക്ഷത്രക്കാരുടെയും ജാതകത്തിൽ വരുന്ന ഓരോ ദോഷഫലങ്ങളാൽ ഈ ഫലങ്ങൾക്ക് വ്യത്യാസങ്ങൾ വന്ന് ചേരാവുന്നതുമാണ്. ഒരു ജാതകത്തിലെ ഏറ്റവും ഉയർച്ച നേടുവാൻ യോഗമുള്ള ചില നക്ഷത്രക്കാരുടെ സമയവും സന്ദർഭവും ഒത്തുവന്നാൽ ഇവർ ഉയർച്ചയുടെ കൊടുമുടിയിൽ എത്തുന്നവരാണ് എന്ന കാര്യം നിസ്സംശയം പറയാം. ബുദ്ധി സാമർഥ്യം ഇവരുടെ ഒരു പ്രത്യേകത തന്നെയാകുന്നു. കൂടാതെ ആരെയും ആകർഷിക്കുവാൻ സാധിക്കുന്ന ഒരു കഴിവ് ഇവർക്കുണ്ട്. മറ്റുള്ളവരുടെ മനസ്സ് കീഴ്പ്പെടുത്തുവാൻ ഇവർക്ക് പ്രത്യേകമായ കഴിവുള്ളവരാണ് എന്ന് നിസ്സംശയം പറയാം. അതിനാൽ തന്നെ പല അവസരങ്ങളിലും വിജയം ഇവർക്കൊപ്പം നിൽക്കും, വിജയം ഇവരോടൊപ്പമായിരിക്കും എന്നതാണ് വാസ്തവം. മനസ്സിൻ്റെ സൗന്ദര്യം ഇവർക്ക് വളരെയധികം ഉള്ള വ്യക്തികളാകുന്നു. അത്തരത്തിൽ സൗന്ദര്യമുള്ള നക്ഷത്രക്കാർ കൂടിയാണ് ഇവർ. ഈ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന് വിശദമായി ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ചില പ്രത്യേകമായ കഴിവുകൾ ഉള്ള വ്യക്തികളാകുന്നു. ആ കാര്യങ്ങൾ പലപ്പോഴും കാർത്തിക നക്ഷത്രക്കാർ അറിയാറില്ല എന്നതാണ് വാസ്തവം. എന്നാൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി മുൻപോട്ട് പോവുകയാണ് എങ്കിൽ വളരെ വേഗം വിജയങ്ങളും നേട്ടങ്ങളും നിങ്ങൾക്ക് വന്നു ചേരും. ബുദ്ധി സാമർഥ്യം ഉള്ളവരാണ് നിങ്ങൾ. അതിനാൽ തന്നെ ബുദ്ധിയോടെ ഏതൊരു കാര്യം ചെയ്യുകയും ബുദ്ധിപരമായ ചിന്തയിലൂടെ ഏത് കാര്യങ്ങൾ നേടിയെടുക്കുവാനും ഉയർച്ച നേടുവാനും സാധിക്കുന്നവരാണ് കാർത്തിക നക്ഷത്രക്കാർ. കൂടാതെ ആരെയും ആകർഷിക്കുവാൻ സാധിക്കും എന്നതും ഇവരുടെ പ്രത്യേകതയായി തന്നെ പറയാം. മനസ്സിന് അഗാധമായ സൗന്ദര്യമുള്ള വ്യക്തികളാണ് ഇവർ. അതിനാൽ തന്നെ മറ്റുള്ളവരെ സഹായിക്കുവാനും മറ്റുള്ളവരോട് ശരിയായ രീതിയിൽ പെരുമാറുവാനും അത്തരത്തിൽ വളരെയധികം മുൻപന്തിയിൽ നിൽക്കുന്ന നക്ഷത്രക്കാർ കൂടിയാണ് കാർത്തിക നക്ഷത്രക്കാർ. അതിനാൽ ഇവർ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ അറിയേണ്ടതായ കാര്യം, തീർച്ചയായും നിങ്ങൾക്ക് ഇത്തരം കഴിവുകളുണ്ട്. അത് ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിച്ചാൽ വളരെ വേഗം ഉയർച്ച നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും. മറ്റൊരു നക്ഷത്രം ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാർക്ക് ദേവിയുടെ കടാക്ഷമുള്ള നക്ഷത്രക്കാരാണ്. അതിനാൽ തന്നെ തീർച്ചയായും ദേവീയാരാധന ഇവർ മുടക്കാതിരിക്കുന്നത് ഇവരുടെ ഉയർച്ചയ്ക്ക് ഏറ്റവും ഉത്തമമായ കാര്യമാകുന്നു. എന്നാൽ ഇവരെക്കുറിച്ച് മറ്റു ചില കാര്യങ്ങൾ കൂടി പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. ഏതൊരു വ്യക്തിയെയും ആകർഷിക്കുവാൻ, അവരുടെയെല്ലാം ഹൃദയങ്ങളിൽ ഒരു സ്ഥാനം നേടിയെടുക്കുവാൻ പ്രത്യേകമായ കഴിവുള്ളവരാണ് ഭരണി നക്ഷത്രക്കാരായ വ്യക്തികൾ. അതിനാൽ തന്നെ ഇവർക്ക് അല്പമൊന്ന് ശ്രമിച്ചാൽ വിജയങ്ങൾ വളരെ എളുപ്പത്തിൽ നേടിയെടുക്കുവാൻ സാധിക്കും. എവിടെയും വിജയിച്ച് മുന്നേറുവാൻ സാധിക്കുന്നവരാണ് ഇവർ. കൂടാതെ മനസ്സിലാക്കേണ്ടതായ മറ്റൊരു കാര്യം, വളരെയധികം സൗന്ദര്യമുള്ള വ്യക്തികളായിരിക്കും ഇവർ. ഇവരുടെ മനസ്സിന് അഗാധമായ സൗന്ദര്യമുണ്ടാകും എന്ന് തന്നെ പറയാം. അതിനാൽ തന്നെ തീർച്ചയായും ഇവർ നല്ല മനസ്സിന് ഉടമകളാണ് എന്ന കാര്യവും ഓർക്കുക. മറ്റുള്ളവരുടെ മനസ്സ് വിഷമിപ്പിക്കുന്നത് ഇവർക്ക് താല്പര്യമുള്ള കാര്യമല്ല. കൂടാതെ ജീവിതത്തിൽ ഉയർച്ച നേടുവാനായി കഠിനാധ്വാനം ചെയ്യുന്നവർ തന്നെയാണ് ഇവർ. ബുദ്ധിശക്തി കൂടി ഇവർക്കുള്ളതിനാൽ ഇവർ ശ്രമിക്കുകയാണ് എങ്കിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ഇവരുടെ വിജയങ്ങൾ എല്ലാം എളുപ്പമായി തീരും എന്ന കാര്യവും ഓർക്കുക. അതിനാൽ ഭരണി നക്ഷത്രക്കാർ നിത്യവും ദേവിയെ ആരാധിച്ച് മുന്നോട്ട് പോവുക. കൂടാതെ ഈ കാര്യങ്ങൾ കൂടി നിത്യവും ശ്രദ്ധിക്കുക. ഉയർച്ച മാത്രമേ നിങ്ങൾക്ക് വന്നു ചേരൂ എന്ന കാര്യം ഓർക്കുക. മറ്റൊരു നക്ഷത്രം രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രക്കാർ മനസ്സിലാക്കേണ്ടതായ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. കാരണം രോഹിണി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ പെട്ടെന്ന് ഉയർച്ച നേടുവാൻ സാധിക്കുന്നതായ പല കാര്യങ്ങളും ഇവർക്ക് ചെയ്യുവാൻ സാധിക്കും എന്നതാണ് വാസ്തവം. ജീവിതത്തിൽ വളരെയധികം വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കുന്നതായ കാര്യങ്ങൾ ഇവർക്ക് ചെയ്യുവാൻ സാധിക്കും. ജീവിത വിജയങ്ങൾ ഇവർക്ക് നേടിയെടുക്കുവാൻ സാധിക്കും എന്ന കാര്യം നാം പ്രത്യേകം ഓർക്കേണ്ടതാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് പ്രതീക്ഷിക്കാതെ വിജയങ്ങൾ വന്നു ചേരും. അത്തരത്തിലാണ് രോഹിണി നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ സംഭവിക്കുന്ന പ്രത്യേകത. കൂടാതെ ഇവർക്ക് ആരെയും ആകർഷിക്കുവാനും എവരുടെയും ജീവിതത്തിൽ വളരെയധികം സ്ഥാനം നേടിയെടുക്കുവാനും സാധിക്കും. ഇവർ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഇവരുടെ ജീവിതത്തിൽ ചതി സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്.
അതിനാൽ തന്നെ ആ കാര്യം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. എന്നാൽ ഇവരുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിച്ചു കൊണ്ടേയിരിക്കും. അതായത് ഗുണകരമായ കാര്യങ്ങൾ സംഭവിച്ചു കൊണ്ടേയിരിക്കും. കൂടാതെ മനസ്സിന് വളരെയധികം സൗന്ദര്യമുള്ള വ്യക്തികളാണ് ഇവർ എന്നതും പ്രത്യേകതയായി തന്നെ പറയാം. മറ്റൊരു നക്ഷത്രം മൂലം നക്ഷത്രമാണ്. മൂലം നക്ഷത്രക്കാർക്ക് നിരവധിയാർന്ന പ്രത്യേകതകൾ ഉള്ളവരാകുന്നു. വളരെയധികം വിജയസാധ്യത ജീവിതത്തിൽ വച്ച് പുലർത്തുന്ന നക്ഷത്രക്കാരാണ് മൂലം നക്ഷത്രക്കാർ. ഇവർ വിചാരിക്കുന്നതായ ചില കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുന്നു എന്നതും ഇവരുടെ പ്രത്യേകതയാണ്. പല അവസരങ്ങളിലും തോൽക്കും എന്ന് വിചാരിച്ച കാര്യങ്ങൾ പോലും വിജയം നേടുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ്. മറ്റുള്ളവരുടെ മനസ്സ് കീഴടക്കുവാനുള്ള അപാരമായ കഴിവ് ഇവർക്കുണ്ട്. മറ്റുള്ളവരുടെ ഹൃദയങ്ങളിൽ സ്ഥാനം നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കും എന്ന കാര്യം ഓർക്കുക. ഇവരുടെ ജീവിതത്തിൽ ബുദ്ധിശക്തി ഇവർക്ക് എപ്പോഴും വിജയം നൽകുന്ന ഒരു കാര്യമാണ്. ആ കാര്യങ്ങൾ ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിച്ചാൽ വിജയം എളുപ്പമായി തീരും എന്ന കാര്യവും ഓർക്കുക. കൂടാതെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം, നിങ്ങളുടെ ജീവിതത്തിൽ അഗാധമായ സൗന്ദര്യം, മനസ്സിന് സൗന്ദര്യം ഉള്ളവരാണ് നിങ്ങൾ. അതിനാൽ ജീവിതത്തിൽ ഒരിക്കലും മറ്റുള്ളവരെ വിഷമിപ്പിക്കുവാൻ ഇവർക്ക് താല്പര്യമുള്ള കാര്യമല്ല. ഏവരോടും നന്നായി പെരുമാറുന്നവരും മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു സ്ഥാനം നേടിയെടുക്കുന്നവരുമാണ് ഇവർ എന്ന് തന്നെ പറയാം. അതിനാൽ മൂല നക്ഷത്രക്കാർ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് പൂരാടം നക്ഷത്രമാണ്. പൂരാട നക്ഷത്രക്കാരായ വ്യക്തികൾ മനസ്സിലാക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. എവിടെയും പിടിച്ചു നിൽക്കുന്നവരാണ് ഇവർ എന്ന് തന്നെ പറയാം. ഏത് പരിതസ്ഥിതിയാണ് എങ്കിൽ പോലും അത് തനിക്ക് അനുകൂലമാക്കി മാറ്റുവാൻ ഇവർക്ക് പ്രത്യേകമായ കഴിവ് ഉള്ളവരാകുന്നു. ആരുടെ മനസ്സിലും ഒരു സ്ഥാനം നേടിയെടുക്കുവാൻ, മറ്റുള്ളവർക്കിടയിൽ സൽപ്പേര് നേടിയെടുക്കുവാൻ സാധിക്കുന്നവരാണ് പൊതുവെ ഈ നക്ഷത്രക്കാർ. ഇവരുടെ ജീവിതത്തിൽ അനുകൂലമായ പല കാര്യങ്ങളും സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഇവരുടെ ജീവിതത്തിൽ അപാരമായ ബുദ്ധിശക്തിയാൽ പല കാര്യങ്ങളും ഇവർക്ക് നേടിയെടുക്കുവാനും ബുദ്ധിപരമായി പ്രവർത്തിച്ച് പല കാര്യങ്ങളിലും വിജയങ്ങൾ കരസ്ഥമാക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്നവരാണ്. ഇവർ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ചതി ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന കാര്യമാകുന്നു. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ധനപരമായ നേട്ടങ്ങൾ പൊതുവെ ജീവിതത്തിൽ സ്വന്തമാക്കുന്നവരാണ് എന്ന് തന്നെ പറയാം. നിങ്ങൾ കഷ്ടപ്പാടിലോ ദുരിതത്തിലോ ആകാം. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ അതിനെല്ലാം മാറ്റം വരും എന്നതാണ് വാസ്തവം. കാരണം നിങ്ങൾക്ക് അതിനുള്ള കഴിവ് ഉള്ളവരാകുന്നു. കാരണം ഏത് കാര്യവും തനിക്ക് അനുകൂലമാക്കി മാറ്റി വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കുന്നവരാണ് നിങ്ങൾ. അത് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. കൂടാതെ മനസ്സിന് വളരെയധികം സൗന്ദര്യമുള്ള വ്യക്തികളാണ് നിങ്ങൾ. ആരെയും ഉപദ്രവിക്കാത്ത, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നന്മ വന്നു ചേരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. നിങ്ങൾക്ക് ഇത്തരത്തിലൊരു സൗന്ദര്യവും ജീവിതത്തിൽ ഉണ്ട് എന്നതാണ് വാസ്തവം. അതിനാൽ ഈശ്വരാനുഗ്രഹവും നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കുക തന്നെ ചെയ്യും. തീർച്ചയായും ഇവർ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് രേവതി നക്ഷത്രമാണ്. രേവതി നക്ഷത്രക്കാർക്കും ചില പ്രത്യേകതകളുണ്ട്. ഇവർക്ക് പല അവസരങ്ങളിലും ഭാഗ്യം തുണയ്ക്കുന്നവരാണ് എന്ന് നിസ്സംശയം പറയാം. വിജയിക്കില്ല എന്ന കാര്യങ്ങളിൽ പോലും ഭാഗ്യം തുണയ്ക്കുന്നതിനാൽ വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കുന്നതാണ്. കൂടാതെ എവിടെയും കുതിച്ചുയരുവാൻ സാധിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ. അതിനുള്ള കാര്യങ്ങൾ, കഴിവ് നിങ്ങൾക്കുണ്ട്. അപാരമായ ബുദ്ധിശക്തി നിങ്ങളുടെ ഒരു പ്രത്യേകത തന്നെയാണ്. എവിടെയും വിജയിച്ച് കയറുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ മറ്റുള്ളവരുടെ ഹൃദയങ്ങളിൽ ഒരു സ്ഥാനം നേടിയെടുക്കുവാൻ തീർച്ചയായും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഇത്തരത്തിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധിയാർന്ന കാര്യങ്ങൾ പരാമർശിക്കുവാൻ സാധിക്കും. ജീവിത വിജയം നേടുവാൻ സാധിക്കുന്നവരാണ് നിങ്ങൾ. ഏത് പരിതസ്ഥിതിയും തനിക്ക് അനുകൂലമാക്കി മാറ്റുവാൻ പ്രത്യേകമായ കഴിവ് രേവതി നക്ഷത്രക്കാർക്കുണ്ട്. രേവതി നക്ഷത്രക്കാർക്ക് മനസ്സിൻ്റെ സൗന്ദര്യം വളരെ വലുതാണ് എന്ന് തന്നെ പറയാം. വളരെയധികം പ്രാധാന്യം അതിന് നാം നൽകേണ്ടതാകുന്നു. ഏവരെയും ഒരേപോലെ കാണുന്നവരും ഏവരെയും അകമഴിഞ്ഞ് സഹായിക്കുന്നവരും അത്തരത്തിലൊരു മനസ്ഥിതി ഉള്ളവരാണ് പൊതുവെ രേവതി നക്ഷത്രക്കാർ. ഇതിനാൽ തന്നെ ഇവരുടെ ജീവിതത്തിൽ ഈശ്വരാനുഗ്രഹം വർദ്ധിക്കുന്നതാണ്. തീർച്ചയായും ഇവർ ശ്രമിക്കുകയാണ് എങ്കിൽ വളരെ വേഗം ഉയർച്ച നേടുവാൻ സാധിക്കുന്ന നക്ഷത്രക്കാരാണ് എന്ന് നിസ്സംശയം പറയാം.